കോട്ടയത്തേക്ക് പോകാം. പാപ്പാഞ്ഞി ഇത്തവണ ഒരുപാട് സ്ഥലത്ത് കത്തിക്കുന്നുണ്ട്. കോട്ടയം വടവാതൂരിൽ പടുകൂറ്റൻ പാപ്പാഞ്ഞിയുടെ അവസാന മിനുക്കുപണികൾ നടക്കുകയാണ്. വിജയപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരം വരെ വൈവിധ്യമാർന്ന കലാപരിപാടികളും കാർണിവൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ബാക്കി കഥ നമ്മുടെ രാകേഷ് പറയും. സുജയ, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം വടവാതൂരിലാണ്. വലിയ പാപ്പാഞ്ഞി ഒരുങ്ങിയിട്ടുണ്ട്. ഈ പാപ്പാഞ്ഞിയാണ് ഇന്ന് രാത്രിയോടുകൂടി ന്യൂ ഇയറോടനുബന്ധിച്ച് ഇവിടെ കത്താൻ വേണ്ടി പോകുന്നത്. പാപ്പാഞ്ഞിയുടെ ശില്പികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് പാപ്പാഞ്ഞി ഒരുങ്ങിക്കഴിഞ്ഞ എല്ലാ പരിപാടിയും പൂർത്തിയായോ? ഏകദേശം 100% പരിപാടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതിപ്പോൾ കത്തിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 15 ദിവസമായിട്ട് ഞങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത്രയും വലിയൊരു പാപ്പാഞ്ഞി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിനകത്ത് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ രതീഷ്, അദ്ദേഹത്തിൻ്റെ ക്രൂവും കൂടിയാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എല്ലാവരുടെ കൂടി ഒരു 15 ദിവസത്തെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പാപ്പാഞ്ഞി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം സ്ട്രക്ചർ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഇന്ന് ഭൂരിഭാഗം പോയിരിക്കുമായിരുന്നു. ഇത് മുഴുവൻ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ പുതിയ തന്നെയാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പാപ്പാഞ്ഞിക്കകത്ത്? എത്ര പടക്കമുണ്ട്? പടക്കം കുറേ ഉണ്ട്. ഒരു പരിധിക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അല്ല, നമ്മൾ ഈ നെറ്റ് കൊണ്ടെല്ലാം കവർ ചെയ്ത് ഒരു രീതിയിൽ അത് ഒരു വിഷയം സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. 50 അടി ആയിട്ടാണ്. എത്ര തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ്? ഞങ്ങളിപ്പോൾ ഒരു ഇത് കണ്ടോ, ഈ നിൽക്കുന്നവരെല്ലാം അതിനകത്ത് കഷ്ടപ്പെട്ടവരാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവുണ്ട് ഇതിനു വേണ്ടി മാത്രം. ഈ ന്യൂ ഇയർ കാർണിവലായിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഇന്നത്തെ ബാക്കി സ്റ്റേജ് പരിപാടികൾ എന്തൊക്കെയാണ്? സ്റ്റേജ് പരിപാടികൾ, ഗാനമേള മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ കലാപരിപാടികളുടെ ഉണ്ട്. ഏതായാലും രാത്രിയാവുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് കൊഴുപ്പാകും. ഒപ്പം തന്നെ ഈ പാപ്പാഞ്ഞിയാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വടവാതൂർ എന്ന് പറയുന്നത് വയലുകളെല്ലാം ചേർന്നിട്ടുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഇത് കത്തുന്ന സമയത്ത് പിന്നെ ഉത്സവമാണ് ഇവിടെ. അപ്പം അങ്ങനെ ഒരു ഉത്ഭവ സ്ഥാനത്ത് വെച്ചാണ് ഏതായാലും പാപ്പാഞ്ഞിയെ കത്തിക്കാനായി ഒരുങ്ങി നിൽക്കുന്നത്. നമുക്ക് ന്യൂ ഇയറിനായി കാത്തിരിക്കാം.